ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് നീറ്റ് ചാനൽ. മക്കളെ, നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. റെഡി? സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നൈട്രോജൻ ഇസ് ഇൻ ദ sp2 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്? ഈ തന്നതിൽ ഏതിലാണ് നൈട്രജൻ sp2 ഹൈബ്രിഡ് സ്റ്റേറ്റിൽ ഉള്ളത്? മക്കളെ, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ, ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെറിക് നമ്പർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ ആണ്. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സ്റ്റെറിക് നമ്പർ. ഇപ്പൊ സിഗ്മ ബോണ്ട് ലോൺ പെയറും കൂട്ടിക്കഴിഞ്ഞാൽ 2 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp ആണ്. സിഗ്മ ബോണ്ട് ലോൺ പെയർ കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ 3 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. 4 എന്ന് കിട്ടിയാൽ sp3 ആണ്. 5 എന്ന് കിട്ടിയാൽ sp3d ആണ്. ഇങ്ങനെയാണ് സ്റ്റെറിക് നമ്പറിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ സ്റ്റെറിക് നമ്പർ കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ആദ്യത്തെ നോക്കാം. CS3 ത്രൈസ് n. അതായത് CS3 ത്രൈസ് n എന്ന് പറഞ്ഞാൽ ട്രൈമീഥൈൽ അമോണിയ ആണ്. ട്രൈമീഥൈൽ അമോണിയ, അമോണിയയുടെ അതേ സ്ട്രക്ചർ തന്നെ വരിക. അമോണിയ എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ മുകളിൽ 3 ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്ത ആളാണ് അമോണിയ. പക്ഷെ ഇവിടെ ഹൈഡ്രജന്റെ സ്ഥാനത്ത് ആര് വന്നു? CH3 വന്നു, മീഥൈൽ വന്നു. ഇവന്റെ പേരാണ് ട്രൈമീഥൈൽ അമോണിയ. മക്കളെ, ഈ ട്രൈമീഥൈൽ അമോണിയയിൽ നൈട്രജൻ ഇട്ടു എത്ര സിഗ്മ ബോണ്ടുകൾ ഉണ്ട്? യെസ്, 3 സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പൊ സ്റ്റെറിക് നമ്പർ 4 ആണ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് നൈട്രജൻ എത്ര എന്ന് ചോദിച്ചാൽ sp3 ആണ്. sp3 ആണ്. ക്ലിയർ ആണ്? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം മക്കളെ. CH3CONH2. നന്നായിട്ട് ശ്രദ്ധിക്കണേ. CH3CONH2, CH3CONH2. NH2ന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നുണ്ട്. നൈട്രജന്റെ ഹൈബ്രിഡൈസേഷനെ കണ്ടുപിടിക്കേണ്ട. മക്കളെ ചോദിക്കട്ടെ, നൈട്രജനിലെ 5 വാലൻസ് ഇലക്ട്രോൺസാ ഉള്ളത്. അതിൽ 1 ഈ ബോണ്ടിലുണ്ട്, 1 ഈ ബോണ്ടിലുണ്ട്, 1 ഈ ബോണ്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2 എണ്ണം ബാക്കിയുണ്ട്. ദാറ്റ് മീൻസ് ദർ ഈസ് എ ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം. നൈട്രജന്റെ മുകളിൽ ഒരു ലോൺ പെയർ ഉണ്ട്. റെഡിയാ? ആൻഡ് വൺ മോർ തിങ്, ദിസ് ലോൺ പെയർ is in conjugation with this pi bond. മനസ്സിലായില്ല? അതായത് മക്കളെ, ഈ ലോൺ പെയർ ഈ പൈ ബോണ്ടുമായിട്ട് റെസൊണൻസിൽ ഇൻവോൾവ് ആവുന്നു. ഈ ലോൺ പെയർ ഈ പൈ ബോണ്ടുമായിട്ട് റെസൊണൻസിൽ ഇൻവോൾവ് ആവുന്നു. കോൺജുഗേഷൻ ഉണ്ട്. ലോൺ പെയർ പൈ ബോണ്ടുമായി കോൺജുഗേഷനിലാണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ ലോൺ പെയർ ഈ പൈ ബോണ്ടുമായി റെസൊണൻസിൽ ഇൻവോൾവ് ആവും എന്ന് പറഞ്ഞാൽ ദാറ്റ് ലോൺ പെയർ ഈസ് ഡീലോക്കലൈസ്ഡ്. ദാറ്റ് ലോൺ പെയർ ഈസ് എന്താണ്? ഡീലോക്കലൈസ്ഡ്. അപ്പൊ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ കാണുന്ന ഫോർമുലയിൽ ഉപയോഗിക്കേണ്ട ലോൺ പെയർ എങ്ങനെയുള്ള ലോൺ പെയർ ആണെന്നറിയോ? ലോക്കലൈസ്ഡ് ലോൺ പെയർ ആണ്. എങ്ങനെയുള്ള ലോൺ പെയർ ആണ്? ലോക്കലൈസ്ഡ് ലോൺ പെയർ. സോ ഹൈബ്രിഡ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റെറിക് നമ്പർ കാണാനുള്ള ഫോർമുലയാണെന്ന് മോഡിഫൈ ആണ്. ഇറ്റ് ഈസ് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോക്കലൈസ്ഡ് ലോൺ പെയർ. ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ആവുന്നതിനെ നമുക്ക് റെസൊണൻസിൽ ഇൻവോൾവ് ആവുന്ന ലോൺ പെയറിനെ ഹൈബ്രിഡ് സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടതില്ല. അത് പൈ ഇലക്ട്രോൺ ആയിട്ട് കൗണ്ട് ചെയ്യപ്പെടാം. റെഡിയാ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, എത്രയാ നൈട്രജന്റെ മുകളിലുള്ള നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ? ഇപ്പൊ എത്രയാ? നൈട്രജന് ചുറ്റും 3 സിഗ്മ ബോണ്ട് ഉണ്ട്. ആൻഡ് ദർ ഈസ് നോ ലോക്കലൈസ്ഡ് ലോൺ പെയർ. ലോക്കലൈസ്ഡ് ലോൺ പെയർ ഇല്ല, ഡീലോക്കലൈസ്ഡ് ലോൺ പെയറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ ഇവിടെ ഏതാണ്? sp2 ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ബി ആണ് ഓപ്ഷൻ കറക്റ്റ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നൈട്രജൻ ഇസ് ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നൈട്രജന്റെ മുകളിലെ ലോൺ പെയർ റെസൊണൻസിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ആ ലോൺ പെയറിനെ നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുമ്പോൾ പരിഗണിക്കേണ്ടതില്ല. മറിച്ച് 3 സിഗ്മ ബോണ്ടുകൾ അവൈലബിൾ ആണ്. സോ ഹൈബ്രിഡ് സ്റ്റേറ്റസ് sp2, അമോണിയ പോലെയല്ല. റെഡിയാണേ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ എന്താ സ്റ്റെറിക് നമ്പർ കാണാനുള്ള ഫോർമുല ഒന്നൂടി പറഞ്ഞേ. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോക്കലൈസ്ഡ് ലോൺ പെയർ, റെസൊണൻസിൽ പങ്കെടുക്കാത്ത ലോൺ പെയർ. റെഡി? അങ്ങനെയാണ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്ലിക് കോമ്പൗണ്ട് ദ നൈട്രോജൻ ആറ്റം ഇസ് ഇൻ sp3 ഹൈബ്രിഡ് സ്റ്റേറ്റ്? sp3 ഹൈബ്രിഡൈസേഷൻ നൈട്രോജൻ ഉള്ളത് ഏത് സൈക്ലിക് കോമ്പൗണ്ടിലാണ്? ഒന്നാമത്തെ നോക്കിക്കോ, 3 സിഗ്മ ബോണ്ടുകൾ കാണാം നൈട്രജന് ചുറ്റും. 3 സിഗ്മ ബോണ്ടുകൾ കാണാം നൈട്രജന് ചുറ്റും. നൈട്രജനെ സംബന്ധിച്ച് 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. 1 ഈ ബോണ്ടിൽ കിടക്കുന്നുണ്ട്, 1 ഈ ബോണ്ടിലുണ്ട്, 1 ഈ ബോണ്ടിലുണ്ട്. എന്ന് പറഞ്ഞാൽ
there is a lone pair. There is a lone pair, localized lone pair. പൈ ബോണ്ടായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന അവസ്ഥയൊന്നും അവിടെ ഇല്ല. സോ അങ്ങനെയാണ് ഏതാ അവിടെ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയർ വന്ന്. സോ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ് മക്കളെ? പറയടാ. ഹൈബ്രിഡൈസേഷൻ sp3. ക്ലിയറാ? 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും. അങ്ങനെയാണ് മക്കളെ. അടുത്ത ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കിയേ. അടുത്ത ഓപ്ഷനിൽ നൈട്രജന് ചുറ്റും 2 സിഗ്മ ബോണ്ടാ ഉള്ള. പിന്നുള്ള പൈ ബോണ്ടാ. പൈ ബോണ്ടിന് നമ്മൾ ഹൈബ്രിഡ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. കാരണം പൈ ബോണ്ട് ഉണ്ടാക്കുന്നത് ഹൈബ്രിഡ് ഓർബിറ്റലുകളല്ല, അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് പൈ ബോണ്ട് ഉണ്ടാക്കുന്നത്. സോ ഹൈബ്രിഡ് സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പൈ ബോണ്ട് കൗണ്ട് ചെയ്യേണ്ട, സിഗ്മ ബോണ്ടും ലോൺ പെയർ മാത്രം എടുത്താൽ മതി. സോ അങ്ങനെയാണ് നൈട്രജന് ചുറ്റും 3 ബോണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാല് 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ദർ ഈസ് എ ലോൺ പെയർ ഓൺ നൈട്രോജൻ ആറ്റം. ചോദിക്കട്ടെ മക്കളെ, ഈ നൈട്രജന്റെ മുകളിലെ ലോൺ പെയർ റെസൊനൻസിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ? ഇല്ല. കാരണം കോൺജുഗേറ്റഡ് പൊസിഷനിലല്ല പൈ ബോണ്ട് ഉള്ളത്. റെഡിയാ? ഡബിൾ ബോണ്ടിന്റെ കോൺജുഗേഷനിലല്ല ആരുള്ളത്? ലോൺ പെയർ ഉള്ളത്. അതുകൊണ്ട് ആ ലോൺ പെയർ റെസൊനൻസിലേക്ക് ഇൻവോൾവ് ആവുന്നില്ല. ഇറ്റ് ഈസ് ലോക്കലൈസ്ഡ് ലോൺ പെയർ. ബട്ട് ഹൈബ്രിഡ് സ്റ്റേറ്റ് ഏതാ? 2 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറുമാണ്. 2 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറുമാണ്. സ്റ്റെറിക് നമ്പർ 3 തന്നെ. സോ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp2 ആണ്. റെഡിയാ മക്കളെ? മൂന്നാമത്തേതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം NH2 എന്ന് എഴുതിയിട്ടുള്ള. അപ്പൊ നൈട്രജന്റെ മുകളിൽ എന്തൊക്കെയാണ് ഉണ്ട്? എത്ര ബോണ്ടുകൾ ഉണ്ട്? ഒരു ബോണ്ടായി, 2 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയിരിക്കും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ 2 സിഗ്മ ബോണ്ട് എക്സ്ട്രാ ആയി. പിന്നെ മക്കളെ ഒരു ലോൺ പെയർ നൈട്രജന്റെ മുകളിലുണ്ട്. അത് റെസൊനൻസിൽ ഒന്നും ഇൻവോൾവ് ആവുന്നില്ല. സിസ്റ്റത്തിൽ പൈ ബോണ്ട് തന്നെ ഇല്ല. There is no resonance for that lone pair. So lone pair localized ആണ്. So 3 സിഗ്മ ബോണ്ടും ഒരു ലോക്കലൈസ്ഡ് ലോൺ പെയറും മൊത്തം 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആവശ്യമാണ്. സോ ദ ഹൈബ്രിഡൈസേഷൻ is sp3. സോ sp3 ആണ് അടുത്തതിലും ഹൈബ്രിഡൈസേഷൻ. അങ്ങനെയാണ് മക്കളെ. അടുത്ത ഓപ്ഷനിൽ NO2 തന്നിട്ടുള്ള. NO2 എങ്ങനെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക. NO2ന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഡബിൾ ബോണ്ട് O, കോർഡിനേറ്റ് ബോണ്ട് O. റെഡി? നൈട്രജൻ 5 വാലൻസ് ഇലക്ട്രോൺ ഞാൻ കാണിച്ചു തരാം. 1 ഇതിലുണ്ട്, 2, 3, 2 ഇതിലുണ്ട്. ദാറ്റ് ഈസ് എ കോർഡിനേറ്റ് ബോണ്ട്. സോ എത്ര സിഗ്മ ബോണ്ടുകളും എത്ര ലോൺ പെയറും ഉള്ളത്? ദർ ഈസ് നോ ലോൺ പെയർ. ലോൺ പെയർ ഇല്ല. 2 സിഗ്മ, 3 സിഗ്മ, ഒരു പൈ ബോണ്ടാണ് കിടക്കുന്നത്. സോ 3 സിഗ്മ ബോണ്ടുകളാണ്. ഇവിടെ സൈക്കിൾ ഉണ്ട്. ഓക്കെ, എന്തായാലും മക്കളെ 3 സിഗ്മ ബോണ്ടാണ് നൈട്രജൻ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള. സോ ദ ഹൈബ്രിഡ് സ്റ്റേറ്റ് ഓഫ് നൈട്രോജൻ ഹിയറേഴ്സ് എത്രയാണ്? sp2 ആണ്. ഏതാ മക്കളെ പറ? sp2 ആണ്. 3 സിഗ്മ ബോണ്ടാണ്. സോ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കളെ ഓർക്കുക, സ്ട്രക്ചറിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് സാറ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒരു ഗിവൺ സ്ട്രക്ചറിൽ ഹൈബ്രിഡൈസേഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഷോർട്ട് കട്ടൊക്കെ മോണോസെൻട്രിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം, ഓക്കെയാണ്. അതേസമയം ഇത്തരത്തിലുള്ള മോളിക്യൂൾസ് സ്ട്രക്ചറൊക്കെ ബേസ് ചെയ്ത് ഓർഗാനിക്കുമായി റിലേറ്റ് ചെയ്തൊക്കെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണം. എന്താ നമ്മുടെ ഫോർമുല? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോക്കലൈസ്ഡ് ലോൺ പെയർ ആണ്. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് എന്താണ്? നമ്പർ ഓഫ് എന്ത്? ലോക്കലൈസ്ഡ് ലോൺ പെയർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഹൈബ്രിഡൈസേഷൻ കാണാനുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗം ക്ലിയർ ആണോടോ മക്കളെ? ഓക്കെ ആണല്ലോ? യെസ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ കമന്റ് ചെയ്യണം. ഏതെങ്കിലും ഇനി കൂടുതൽ ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.